അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ഇതിനായിട്ട് ഞാനിവിടെ കുറച്ച് ലൗലോലിക്കയാണ് എടുത്തിട്ടുള്ളത്. ലൗലോലിക്ക അല്ലെങ്കിൽ ലൂബിക്ക എന്നൊക്കെ പറയും. അപ്പൊ ഇത് നമ്മുടെ വീട്ടില് മിക്ക വീടുകളിലും വെറുതെ തൊഴിഞ്ഞ് വേസ്റ്റായി പോകുന്ന ഒരു സംഭവമാണ്. ഇത് വെച്ചിട്ട് ഒരു അടിപൊളി റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പൊ ലൂബിക്ക എടുത്തതിന് ശേഷം ഒരു ലൂബിക്ക എടുക്കുക, അതിന്റെ ഞെട്ടൊന്ന് മാറ്റിയതിന് ശേഷം ഇതിന് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്യും. ഇതിന്റെ കുരു ഒന്ന് മാറ്റണം. കുരു മാറ്റാതെ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. അപ്പൊ രണ്ടായിട്ട് ഇതാ കട്ട് ചെയ്തതിന് ശേഷം ഇതാ കാണില്ലേ, ഈ കുരു അങ്ങെടുത്ത് മാറ്റാം. പക്ഷെ കുരു നമുക്ക് കഴിക്കാൻ കിട്ടുമ്പോൾ വല്ലാത്തൊരു ടേസ്റ്റായി പോവും. അപ്പോൾ ഇതുപോലെ കുരുവെല്ലാം മാറ്റാം. എല്ലാത്തിലും ഇങ്ങനെ തന്നെ ചെയ്യാം. ഇത്രയും ലൗലോലിക്ക നമുക്ക് ആവശ്യമില്ല. ഒരു 2 കപ്പ് ലൗലോലിക്കയാണ് വേണ്ടത്. ഒരു 60 ഏകദേശം ഉണ്ടാവും. നല്ല പഴുത്തിട്ടുള്ള ഇതുപോലെ തൊഴിഞ്ഞു വീഴുന്ന ലൗലോലിക്ക ആയിരിക്കും കുറച്ചും കൂടെ നല്ലത്. അപ്പൊ അതുപോലെ കുരുവെല്ലാം മാറ്റിയെടുക്കാം. അപ്പൊ ലൗലോലിക്കയുടെ ഉള്ളിലുള്ള ആ കുരുവൊക്കെ മാറ്റിയതായി എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ കട്ട് ചെയ്ത് കുരുവൊക്കെ മാറ്റി ലൗലോലിക്ക ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു കുക്കർ ഇതായി എടുത്തിട്ടുണ്ട്. ഈ കുക്കറിലേക്ക് കട്ട് ചെയ്ത് വെച്ച് കുരുവെല്ലാം മാറ്റി ലൗലോലിക്ക ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകാണ്. ഞാനിപ്പോ അത്ര വലിയ എരിവില്ലാത്ത 4 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. നല്ല എരിവുള്ള പച്ചമുളകാണെന്നുണ്ടെങ്കിൽ 2 3 ഒക്കെ എടുത്താൽ മതിയാവും. പിന്നെ 2 പച്ചമുളക് മുറിച്ച് വേണമെന്നുണ്ടെങ്കിൽ ഇടാം. 2 മുറിക്കോ അല്ലെങ്കിൽ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചോ പച്ചമുളക് ഇടാവുന്നതാണ്. ഞാനിപ്പോ മുഴുവനെ അങ്ങ് ഇട്ട് കൊടുത്തതേ ഉള്ളൂ. നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ പച്ചമുളക് അങ്ങ് വെന്ത് കിട്ടിക്കോളും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അധികം എരിവുണ്ടാവില്ല. എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ഒക്കെ ചേർത്ത് കൊടുത്താൽ മതി. അവരവരുടെ എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി ചേർക്കാവുന്നതാണ്. ഞാനിപ്പോ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും കുരുമുളക് പൊടിയും കൂടെ ചേർക്കുമ്പോൾ. വേണ്ടാന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി ഒഴിവാക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. ലാസ്റ്റിൽ നമുക്ക് കുറവുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. കറിവേപ്പില ചേർക്കുമ്പോൾ നല്ലൊരു മണം കിട്ടും. ഒന്ന് ഇതുപോലെ മുറിച്ചിട്ട് കൊടുക്കാം. പിന്നെ ഇത് വേവിച്ചെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മൂടി വെച്ച് നമുക്ക് ഒറ്റ വിസിൽ കേൾക്കുന്നവരെ ഇതൊന്ന് വേവിച്ചെടുക്കാം. ഈ ഒരു സമയം കൊണ്ട് ഇതിനൊരു അരപ്പ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് മിക്സിയിലെ ചെറിയ ജാർ എടുക്കുക. ഇതിലേക്ക് 1 കപ്പ് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കുക. 1 മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. എത്രയാണോ തേങ്ങ വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ഉള്ളിയോ വെളുത്തുള്ളിയോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. 1 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ പച്ചമുളക് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകും കറിവേപ്പിലയും ഇതിലേക്ക് ചേർത്തിട്ട് അരച്ചെടുക്കാം. ഞാനിപ്പോൾ ലൗലോലിക്ക വേവിക്കുന്ന സമയത്ത് പച്ചമുളകും കറിവേപ്പിലയും ചേർത്തിട്ടാണ് വേവിച്ചെടുത്തത്. അപ്പം അതുകൊണ്ട് ഇതിലേക്ക് പച്ചമുളകും കറിവേപ്പിലൊന്നും ചേർക്കുന്നില്ല. പിന്നെ ഇത് അരച്ചെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട. ഞാനിപ്പോൾ വെള്ളത്തിന് പകരമായിട്ട് തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 1/2 കപ്പ് തൈര് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കുക. അപ്പം നന്നായിട്ട് അരച്ചെടുത്തു. ഇപ്പം ഞാൻ 1/2 ലിറ്റർ തൈര് ഇതായി എടുത്തിട്ടുണ്ട്. ഇനി കട്ടകളില്ലാതെ ഒന്ന് ഉടച്ചെടുക്കാം. വിസ്ക് വെച്ചിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ തടിത്തവി വെച്ചിട്ടോ ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കുക. ഞാനിപ്പോൾ അധികം പുളിപ്പില്ലാത്ത തൈരാണ് എടുത്തിട്ടുള്ളത്. ലൗലോലിക്കയിൽ അത്യാവശ്യം നല്ല പുളിപ്പുണ്ട്. അപ്പോൾ ഇതാ കട്ടകളില്ലാതെ ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 1 വിസിൽ കേട്ടതിന് ശേഷം ഇതാ ഓഫാക്കി കൊടുത്തു. ആവി മുഴുവനും പോയിട്ടുണ്ട്. ഇനി തുറന്ന് നോക്കാം. ലൗലോലിക്കെല്ലാം നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി ഇത് കുക്കറിൽ നിന്നും ഒരു മൺചട്ടിയിലേക്ക് മാറ്റാം. മൺചട്ടിയിൽ തന്നെ ഇതെല്ലാം വേവിച്ചിട്ടെടുക്കാം. കുക്കറിലാവുമ്പോൾ പെട്ടെന്ന് ഇത് റെഡിയാക്കി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് കുക്കറിൽ വേവിച്ചെടുത്തിട്ടുള്ളത്. ചട്ടിയിലാവുമ്പോൾ കുറച്ച് സമയം എടുക്കും. ഇനി നിങ്ങൾക്ക് ഇത് നല്ലോണം ഉടച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ട് ഉടച്ചു കൊടുക്കാവുന്നതാണ്. ഞാൻ ഉടച്ചൊന്നും കൊടുക്കുന്നില്ല. നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അരച്ചു വെച്ച അരപ്പാണ്. ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിൽ വെള്ളത്തിൻ്റെ അംശമൊക്കെ നമുക്ക് മാറ്റിയെടുക്കണം. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മളിതിലൊട്ടും തന്നെ വെള്ളം ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് 2-3 ദിവസം കേടുകൂടാതെ നമുക്ക് സൂക്ഷിച്ച് വെക്കാനും പറ്റും. 2-3 മിനിറ്റ് ഇതുപോലെ ഒന്ന് തിളപ്പിക്കുക. അപ്പോൾ ഇതുപോലെ വെള്ളമൊക്കെ മാറി വറ്റി വരും. ഇനി ഇതിലേക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷമാണ് നമ്മളിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കുന്നത്. ഫ്ലെയിം കൂട്ടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ചൂട് കൂടിപ്പോയിട്ട് തൈര് പിരിഞ്ഞു പോവും. തൈര് ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക.
ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി, തിളയ്ക്കേണ്ട ആവശ്യമില്ല. എന്നാൽ പിന്നെ ലൂസായി പോവും ഒരുപാട് ചൂട് കൂടിപ്പോയാൽ. ഇനി നമുക്ക് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫാക്കാം. ഫ്ലെയിം ഓഫാക്കി കൊടുത്തു. നല്ലതുപോലെ ചൂടായി. ഇനി ഇതിലേക്ക്, ഇത് നല്ലൊരു പുളിപ്പാണ്, ലവലോലിക്ക് നല്ല പുളിപ്പാണ്, തൈരിൽ പുളിയുണ്ട്. അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ശർക്കര പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ശർക്കരയ്ക്ക് പകരം പഞ്ചസാര വേണമെങ്കിലും ചേർക്കാം. ഇതും കൂടെ ചേർത്താലേ പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ നല്ല പുളിപ്പായിരിക്കും. പുളിപ്പ് മാത്രം മതി എന്നുണ്ടെങ്കിൽ ശർക്കര ചേർക്കേണ്ട ആവശ്യമില്ല. ഒന്ന് മിക്സ് ചെയ്യാം. ഇനി കുറച്ച് പണികളും കൂടെ ബാക്കിയുണ്ട്, ഇതിവിടെ ഇരിക്കട്ടെ. ഇനി ഒരു കുഞ്ഞ് കടായി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. നെയ്യ് വേണ്ടാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ മാത്രം 2 ടീസ്പൂൺ എടുക്കാം. എണ്ണയും നെയ്യും ഒന്ന് ചൂടാവണം. അപ്പോൾ എണ്ണയും നെയ്യും ഒന്ന് ചൂടായതിന് ശേഷം 1/2 ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിക്കാം. ഇതിലേക്ക് 2-3 വറ്റൽമുളക് ചേർക്കാം. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില മുറിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കടുകെല്ലാം പൊട്ടി വന്നതിന് ശേഷം ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഉപ്പ് കുറവായതുകൊണ്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണേ. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ കറിക്ക്. ചോറിൻ്റെ കൂടെ വേറെ ഒരു കറിയുടെയും ആവശ്യമില്ല. ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ലവലോലിക്ക വെച്ചിട്ടുള്ള ഈ കറി നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പം നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്